ഞാൻ ബാക്ക് ഡോർ തുറന്ന് ഫ്രണ്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെ വയർ കൊടുത്തിരിക്കുന്നത് അവൻ കണ്ടത്. മെയിനിൽ നിന്ന് ഒരു വയർ പിടിച്ചു കൊണ്ടുവന്ന് ഈ ലോക്കിൽ കൊടുത്തിരുന്നു. അവരുടെ ബഹളം കേട്ടാണ് നമ്മൾ പുറത്തിറങ്ങി നോക്കിയത്. ഡോർ തുറന്നപ്പോൾ ഷോക്ക് അടിച്ചു. ഇതാരാണ് ചെയ്തത്, അവരെ നമുക്ക് എന്തായാലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. നെയ്യാറ്റിൻകരയിൽ വീടിന്റെ മുൻവാതിലിലൂടെ കടത്തിവിട്ട വൈദ്യുതിയിലൂടെ വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റു. മഞ്ചവിളാകം നുണഞ്ഞോളത്താണ് സംഭവം. ഗ്രേസ് വില്ലയിൽ രമ്യയുടെ മകൻ അലനാണ് ഷോക്കേറ്റത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. സ്വദേശിയായ രമ്യയും 2 മക്കളുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഇവരുടെ ഭർത്താവ് 7-8 വർഷങ്ങൾക്ക് മുമ്പ് ഇവരിൽ നിന്നും തെറ്റി മറ്റ് ഒരു വീട്ടിലാണ് താമസം. ഇവർ ഈ അടുത്ത കാലത്താണ് ഈ വീട് വെച്ച് ഇവിടെ താമസമായത്. ഇന്ന് രാവിലെ രമ്യയുടെ മകൻ മൂത്ത കുട്ടി 13 വയസ്സുള്ള അലൻ വീടിൻ്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങുന്നതിന് വേണ്ടി ഡോറിൽ പിടിച്ചപ്പോഴാണ് ഇത്തരത്തിൽ അവന് ഷോക്കേറ്റത്. ഉടനെ തന്നെ രമ്യയുടെ സഹോദരനെ അവർ ഫോൺ ചെയ്ത് ഷോക്കുണ്ടെന്ന് അറിയിക്കുകയും പുള്ളി വന്ന് ഡോറിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്കും മെയിനിൽ നിന്ന് ഒരു വയർ പിടിച്ചു കൊണ്ടുവന്ന് ഈ ലോക്കിൽ കൊടുത്തിരുന്നു. അപ്പോൾ ഈ ലോക്കിൽ വന്ന് അകത്ത് തുടങ്ങുമ്പം തന്നെ ഷോക്ക് അടിക്കും. അങ്ങനെയാണ് സംഭവിച്ചത്. പിന്നെ മാരാമട്ടം പോലീസിനെ അറിയിക്കുകയും പോലീസ് വന്ന് വയർ മാറ്റി കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. രമ്യയും ഭർത്താവ് സജിയുമായി 8 വർഷത്തിലധികമായി അകന്ന് താമസിക്കുകയാണ്. രമ്യയും പരിക്കേറ്റ അലനും മറ്റൊരു മകനായ അഭിനും മാത്രമാണ് ഇവരുടെ വീട്ടിൽ താമസിച്ചു വരുന്നത്. തയ്യൽ തൊഴിലാളിയായ രമ്യ കഴിഞ്ഞ ദിവസം രാത്രി 1 മണിവരെ തന്റെ ജോലിയിലായിരുന്നുവെന്നും പറയുന്നുണ്ട്. രാവിലെ അലൻ എഴുന്നേറ്റ് മുൻവാതിൽ തുറന്നപ്പോഴായിരുന്നു ഇതിൽ നിന്നും ഷോക്കേറ്റത്. എൻ്റെ മകളും 2 കുഞ്ഞുങ്ങളുമാണ് ഇവിടെ താമസിക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് മൂത്ത കുഞ്ഞു വന്ന് കഥ തുറന്നപ്പോൾ പിന്നെ ഷോക്കേറ്റതും പിന്നെ ബാക്കിൽ കൂടെ വന്ന് ഫ്രണ്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കണം കണ്ടതും. എന്തൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇതിന് നന്നായിട്ട് പ്രതികരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പപ്പൻ ആശുപത്രി കൊണ്ടുപോകണ്ടായിരുന്നു. അങ്ങനെ ആശുപത്രി പോകാൻ വേണ്ടിയിട്ട് അവൻ താഴോട്ട് വന്നതാണ്. താഴെ ചേച്ചിയുടെ വീട്. ഡോർ തുറന്നപ്പോൾ ഷോക്ക് അടിച്ചു. അപ്പോൾ ചേട്ടനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിളിച്ചു പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു നീ ബാക്ക് ഡോർ തുറന്നിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ബാക്ക് ഡോർ തുറന്ന് ഫ്രണ്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെ വയർ കൊടുത്തിരിക്കുന്നത് അവൻ കണ്ടത്. പിന്നെ ഉടനെ എല്ലാവരും വന്നു. അങ്ങനെ 7 വർഷമായിട്ട് കോൺടാക്റ്റ് ഒന്നും ഇല്ല. അങ്ങനെ ഇവരൊറ്റയ്ക്കാണ് 2 പേരും അമ്മയും മാത്രം, 2 മക്കളും അമ്മയും മാത്രം ഉണ്ടായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മീറ്റർ ബോർഡിൽ നിന്നും മുൻവാതിലിലെ ഇരുമ്പ് ലോക്കിൽ വൈദ്യുതി എത്തിച്ചിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പ്രാഥമിക ശുശ്രൂഷയ്ക്കായി നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അലനെ. ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. അപ്പച്ചനെ ആശുപത്രി കൊണ്ടുപോയി ഇറങ്ങിയപ്പോൾ കയ്യിൽ ഷോക്കടിച്ച് വിളിച്ച് ഇപ്പം ആശുപത്രി പോയിരിക്കുകയാണ്. ഈ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്നവരാണ്. മെയിൻ സ്വിച്ചിൽ നിന്ന് ഒരു വയർ കണക്ഷൻ കൊടുത്ത് ഫ്രണ്ട് ഡോറിലോട്ട് ചുറ്റി ആ വയർ വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ആ കുഞ്ഞ് വന്ന് ഡോറ് തുറന്നപ്പോഴാണ് ആദ്യം ഷോക്കേറ്റത്. ആ കുഞ്ഞിനെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഇതാരാണ് ചെയ്തതായാലും ഇത് നമുക്ക് കണ്ടുപിടിക്കണം. ഇങ്ങനെയുള്ള ഈ അപകടം നമ്മുടെ നാട്ടിൽ ഇതാദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നാട്ടുകാരെല്ലാവരും ഇപ്പോൾ പേടിയിലാണ്. ഇതാരാണ് ചെയ്തത്, അവരെ നമുക്ക് എന്തായാലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. മാരായമുട്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. വിസ്മയ ന്യൂസ്, നെയ്യാറ്റിൻകര.